ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുകയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള നടികൾ. നടൻ സിദ്ദിഖ്, ജയസൂര്യ, മുകേഷ്, സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങി നിരവധി മുൻനിര താരങ്ങൾക്കെതിരെയാണ് ആരോപണമെത്തുന്നത്. നടനും MLAയുമായ മുകേഷിനെതിരെ നിരവധി താരങ്ങളാണ് ലൈംഗിക ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ച് രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോൾ മുകേഷിനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യയാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുകേഷ് ഒരു നടിയുടെ അമ്മയോട് മോശമായി പെരുമാറിയെന്നാണ് സന്ധ്യയുടെ വെളിപ്പെടുത്തൽ. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകണമെന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ച് നേരിട്ട് ആവശ്യപ്പെട്ടെന്നും സന്ധ്യ വെളിപ്പെടുത്തുന്നുണ്ട്. സുഹൃത്തായ ഒരു നടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്തെത്തി മുകേഷ് മോശമായി പെരുമാറുകയായിരുന്നുവെന്ന് സന്ധ്യ പറയുന്നു. കുറച്ചു വർഷം മുൻപാണ് സംഭവം നടന്നത്. അന്നവർ നടനെ അടിച്ചു പുറത്താക്കുകയായിരുന്നു. സുഹൃത്ത് നേരിട്ട് പങ്കുവച്ച വിവരമാണിതെന്നും സന്ധ്യ പറയുന്നുണ്ട്. ഇപ്പോൾ നടിയുടെ പേര് വെളിപ്പെടുത്താനാകില്ലെന്നും സന്ധ്യ കൂട്ടിച്ചേർക്കുന്നു. കഴിഞ്ഞ ദിവസം നടി മിനു മുനീറും മുകേഷിനെതിരെ വലിയ ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. മുകേഷിന് പുറമെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയും മിനു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇവരിൽ നിന്നായി ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം നേരിട്ടെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. അമ്മയിൽ അംഗത്വത്തിന് ശ്രമിച്ചപ്പോൾ ഇത്രയും പേർക്ക് കിടക്ക പങ്കിടണമെന്ന ആവശ്യമാണ് പറഞ്ഞതെന്ന് മിനു മുനീർ വെളിപ്പെടുത്തിയിരുന്നു. കിടക്ക പങ്കിട്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം നൽകൂ എന്ന് മുകേഷ് പറഞ്ഞതായും നടി പറയുന്നുണ്ട്. ഞാനറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാൻ കഴിയില്ലെന്നും മുകേഷ് പറഞ്ഞു. അക്കാലത്ത് തന്നെ ഇക്കാര്യം താൻ തുറന്നു പറഞ്ഞിരുന്നു. അഡ്ജസ്റ്റ്മെന്റുകളോട് പൊരുത്തപ്പെടാനാകാതെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നുവെന്നും നടി പറയുന്നുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ CPM MLAയും നടനുമായ M മുകേഷ് ആരോപണ നിലയിൽ നിൽക്കുമ്പോഴും പാർട്ടി താരത്തിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന വാദത്തിലാണ് പാർട്ടി പ്രതിരോധം. സമാന ആരോപണങ്ങളിൽ UDF MLAമാർ രാജിവെച്ചിട്ടില്ലെന്നും CPM ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹൈക്കോടതി നിലപാടനുസരിച്ച് തുടർ നടപടിയെന്ന ധാരണയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത്. അതിനുശേഷമാണ് വെളിപ്പെടുത്തലുകളുടെ പരമ്പരയുണ്ടായത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നാലെ മുകേഷും ആരോപണം നേരിടുകയാണ്. മുകേഷ് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നും നടി മീനു മുനീർ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് CPMനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത്. കൂടാതെ സിനിമാ ലോകത്തെ പിടിച്ചുലച്ച മീടു ക്യാമ്പയിനിടെ 2018 കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫും മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നുവെന്നായിരുന്നു ടെസിന്റെ ആരോപണം. വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന് മുറിക്കടുത്തേക്ക് തന്നെ മാറ്റിയെന്നും ടെസ് പറയുന്നുണ്ട്. അതേസമയം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റിയേക്കും. അതിനിടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുന്നുമുണ്ട്. മഹിളാ മോർച്ച, മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകൾ തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു.